ആലപ്പുഴ തുറവൂർ പള്ളിത്തോട് പടിഞ്ഞാറേ മനക്കോടം പാല്യത്തൈയിൽ സാജൻ ആന്റണിയുടെ മകൾ ഫെബിന സാജൻ എന്ന 23 വയസ്സുകാരി. കൊല്ലം ബെൻസിഗർ നഴ്സിംഗ് കോളേജിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഫെബിന. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൊട്ടിയത്തുള്ള ഒരു ബന്ധുവീട്ടിലേക്ക് എത്തിയതായിരുന്നു പെൺകുട്ടി. എന്നാൽ കഴിഞ്ഞ ജനുവരി 18-നാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ ഫെബിനയെ കണ്ടെത്തുന്നത്. ഫെബിനയുടെ മരണവിവരമറിഞ്ഞ് ആലപ്പുഴയിൽ നിന്നും മാതാപിതാക്കൾ കൊല്ലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തിടുക്കപ്പെട്ട പോസ്റ്റ്മോർട്ടവും മറ്റ് നിയമ നടപടികളും പോലീസ് പൂർത്തിയാക്കിയിരുന്നു. പോലീസ് കാണിച്ച ഈ അമിതമായ തിടുക്കമാണ് ബന്ധുക്കളിൽ ആദ്യത്തെ സംശയമുണ്ടാക്കിയത്. ഇതുകൂടാതെ യുവതിയുടെ മൃതദേഹത്തിൽ മുട്ടുസൂചി കൊണ്ട് കുത്തിയ പാടുകൾ ഉണ്ടായിരുന്നതായും ചുണ്ടിൽ മുട്ടുസൂചി കുത്തിത്തറച്ച നിലയിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതോടെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന ഉറച്ച സംശയത്തിലേക്ക് കുടുംബം എത്തുന്നത്. മരണത്തിന് പിന്നിൽ വലിയൊരു അട്ടിമറിയുണ്ടെന്നാരോപിച്ച് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയതോടെയാണ് ഈ മരണത്തിന് പിന്നിലുള്ള ഞെട്ടിക്കുന്ന മറ്റു വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയും നിലവിൽ കൊല്ലത്ത് താമസിച്ച് സ്വർണ്ണക്കട നടത്തുകയും ചെയ്യുന്ന പ്രദീപ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. ഇയാളിൽ നിന്നും ഫെബിനയ്ക്ക് നിരന്തരമായി കടുത്ത പീഡനങ്ങളും വധഭീഷണികളും നേരിടേണ്ടി വന്നിരുന്നു എന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇയാൾ മുൻപ് പലതവണ ഫെബിനയെ അപായപ്പെടുത്താനും കൊലപ്പെടുത്താനും ശ്രമിച്ചിരുന്നു അത്രേ. പ്രദീപിന്റെ ഈ നിരന്തരമായ ശല്യവും ഭീഷണിയും കാരണമാണ് ഫെബിന തന്റെ നഴ്സിംഗ് പഠനം പോലും പാതിവഴിയിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ തന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വീണ്ടും കൊല്ലത്ത് തിരിച്ചെത്തിയതായിരുന്നു ഫെബിന. അവിടെ എത്തി ദിവസങ്ങൾക്കുള്ളിലാണ് മരണം സംഭവിക്കുന്നത്. ഇതാണ് പ്രദീപ് മകളെ അപായപ്പെടുത്തിയതാണോ എന്ന സംശയത്തിലേക്ക് വീട്ടുകാരെ എത്തിച്ചത് എന്നാണ് സൂചന. തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച കൊട്ടിയം പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചകളുണ്ടായതായും കേസ് അട്ടിമറിക്കാൻ വ്യക്തമായ ശ്രമങ്ങൾ നടന്നതായും ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ കൊല്ലം സിറ്റി കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാതല അന്വേഷണം നടന്നത്. അന്വേഷണത്തിൽ വലിയ അസ്വാഭാവികത ഉണ്ടെന്ന് തെളിഞ്ഞതോടെയാണ് കേസ് അടിയന്തരമായി സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഉത്തരവായത്. ലോക്കൽ പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഒരു വലിയ ക്രൂരതയുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പ്രദീപ് എന്ന ആ സ്വർണ്ണക്കടക്കാരന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നും മൃതദേഹത്തിലെ മുട്ടുസൂചി പാടുകളുടെയും മുട്ടുസൂചിയുടെയും യഥാർത്ഥ രഹസ്യം എന്താണെന്നും ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.